ഓ റോമിയോ എന്ന പുതിയ സിനിമയുടെ ഏറ്റവും അവസാനത്തേക്ക് നായിക തന്റെ കൂടെ നിന്ന നായകനോട് ചോദിക്കുന്നുണ്ട്, ഒരാൾക്ക് ഒരാളെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പറ്റുക എന്ന്. സ്വന്തമായിട്ടുള്ള ഒരു റഫ് സ്റ്റൈലിൽ ഗുണ്ടകളൊക്കെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കാനുള്ള വിശാൽ ഭരദ്വാജിന്റെ ഒരു രീതി ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഈ സിനിമ മുന്നോട്ട് പോകുമെന്നൊരു പ്രതീക്ഷ നമുക്ക് തരും. പക്ഷെ നായകനും നായികയും തമ്മിൽ ഒരു പ്രേമം സെറ്റ് ചെയ്യാൻ നോക്കാതെ വയലൻസിന് പിറകെയാണ് തിരക്കഥ ഭൂരിഭാഗം സമയവും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത നായിക പറയുന്ന ഡയലോഗ് കേൾക്കുമ്പോൾ ഇമോഷണൽ ആയിട്ട് ഒരു ഇമ്പാക്റ്റും അത് നമ്മളിൽ ഉണ്ടാക്കുന്നില്ല. ക്ലൈമാക്സിലെ ഫൈറ്റ് എല്ലാം കാണുമ്പോൾ ചുമ്മാ കണ്ടു തീർക്കുക എന്നൊരു ലെവലിലേക്ക് സിനിമ പോവുകയാണ്. പടം കഴിഞ്ഞിറങ്ങുമ്പോൾ മനസ്സിൽ നിൽക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നതിന് ശേഷം വലിച്ചു നീട്ടിയ ആക്ഷൻ ബ്ലോക്കുകൾ മാത്രമായി ഒതുങ്ങിപ്പോകുന്ന ഒരു സിനിമയാണ് ഓ റോമിയോ. 1995 പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. നമ്മുടെ നായകൻ ഉസ്താര പോലീസിന് വേണ്ടി രഹസ്യമായിട്ട് പണിയെടുക്കുന്ന ഒരു ഗുണ്ടയാണ്. തനിക്കൊപ്പം ഈ പണി ചെയ്യുന്ന കൂട്ടുകാരനെയും കൂട്ടി എത്രയും പെട്ടെന്ന് ഇന്ത്യ വിട്ട് അടിപൊളി ജീവിതം ജീവിക്കുക എന്ന് വിചാരിക്കുന്ന ഇയാളുടെ ലൈഫിലേക്ക് ഒരു ദിവസം 4 പേരെ കൊല്ലാൻ എത്ര രൂപയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സ്ത്രീ കയറി വരികയാണ്. അവർ കൊല്ലാൻ പറഞ്ഞവരുടെ ലിസ്റ്റിൽ അന്നത്തെ ബോംബെ നഗരം വിറപ്പിച്ച ജലാൽ എന്ന ഡോണും ഉണ്ടായിരുന്നു. ആദ്യം ആ കൊട്ടേഷൻ നിരസിച്ചുവെങ്കിലും ആ സ്ത്രീ എന്ത് സാഹചര്യത്തിലാണ് ഈ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചത് എന്ന് മനസ്സിലാക്കി ഉസ്താര അവരെ സഹായിക്കാൻ നോക്കുന്നതും അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളുമാണ് ഈ പടത്തിൽ നമ്മൾ കാണുന്നത്. സപ്ന ദീദി എന്ന പേരിൽ ഒരു റിയൽ ലൈഫ് കഥാപാത്രത്തെ ബേസ് ചെയ്ത് വിശാൽ ഭരദ്വാജ് കുറച്ചു മുന്നേ ദീപിക പദുക്കോണിനെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഹുസൈൻ സെയ്ദിയുടെ മാഫിയ ക്വീൻസ് ഓഫ് മുംബൈ എന്ന പുസ്തകത്തിൽ ഇവരെക്കുറിച്ച് പറയുന്നതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു സിനിമ. ഇതേ ബുക്കിലെ വേറെ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് സഞ്ജയ് ലീല ബൻസാലി ഗംഗുബായി എന്ന സിനിമ ഉണ്ടാക്കിയത്. തന്റെ ഭർത്താവിനെ കൊന്ന ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ഒരു സ്ത്രീയാണ് സപ്ന ദീദി. ദീപികയുമായിട്ടുള്ള സിനിമ നടക്കാതെ പോയെങ്കിലും അതിനെ വേറൊരു രീതിയിൽ ഇമാജിൻ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പടമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഓ റോമിയോ. സിനിമയുടെ പെർസ്പെക്റ്റീവ് സ്ത്രീയിൽ നിന്നും പുരുഷനിലേക്ക് മാറിയതോടെ മൊത്തത്തിൽ ഇതിന് ഒരു വയലന്റ് സ്വഭാവം കൂടി. ആ ഒരു ആംബിയൻസിലേക്ക് ആ കാലഘട്ടത്തിലെ പാട്ടുകളെയും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ദേവദാസിന്റെ ഒരു വയലന്റ് വേർഷൻ എന്ന് പറയാവുന്ന രീതിയിലേക്ക് ഈ സിനിമയെ വിശാൽ ഭരദ്വാജ് മാറ്റിയിട്ടുണ്ട്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സാധാരണ റിവെഞ്ച് സ്റ്റോറികളെ പോലും ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ഡ്രാമയാണ്. ഇതിലെ ഉസ്തറയുടെ പ്രണയവും അത് അയാളെ മാറ്റുന്നതും വ്യക്തമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ ഓ റോമിയോയ്ക്ക് സാധിക്കുന്നില്ല. വിശാൽ ഭരദ്വാജിന്റെ സ്റ്റൈൽ അദ്ദേഹത്തിന്റെ സിനിമ കാണുന്നവർക്ക് പരിചിതമാണെങ്കിലും ഇപ്പോഴും സീനുകൾ സ്റ്റേജ് ചെയ്യുന്നതിൽ പുള്ളിക്കൊരു പ്രത്യേക കഴിവുണ്ട്. മുറി ഇംഗ്ലീഷ്, തെറിവാക്കുകൾ, കുഴപ്പക്കാരായ കഥാപാത്രങ്ങളെ മണ്ടന്മാരായി കാണിക്കുന്ന രീതി, പിന്നെ എന്തെങ്കിലുമൊക്കെ ക്വേക്കുകളുള്ള ക്യാരക്ടറുകൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് ഓരോ സീനിനെയും ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പുള്ളിക്ക് നല്ലപോലെ അറിയാം. ഇതിൽ തന്നെ നായികയുടെ ഇൻട്രൊഡക്ഷൻ സീൻ എന്ന് പറയുന്നത് കൊല്ലേണ്ട ആളുടെ ദിനചര്യ നായകന് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ്. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ നായകനെ മാത്രമല്ല കണ്ടിരിക്കുന്ന പ്രേക്ഷകനെയും ചെറുതായിട്ടൊന്ന് ഞെട്ടിക്കും. വിശാൽ ഭരദ്വാജിന്റെ മിക്കവാറും തിരക്കഥകളിലും ഒരു സ്നോ ബോളിംഗ് എഫക്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ മൊമെന്റുകൾ കൂടി ചേർന്നുകൊണ്ടാണ് ക്ലൈമാക്സിൽ ഒരു വലിയ ഷോ ഡൗൺ നടക്കുക. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഓരോ സീനിന്റെയും ഭംഗിയിൽ സിനിമ സ്വയം മറന്നു പോകുന്ന പോലത്തെ ഒരു സാഹചര്യമുണ്ട്. ഉസ്തരയെ നമുക്ക് കാണിച്ചു തരുന്ന സീനിൽ അയാൾ എത്രത്തോളം വയലന്റ് ആണ്, അയാളുടെ സിഗ്നേച്ചർ മൂവുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ പടം കാണിക്കുന്നുണ്ട്. പക്ഷെ അതിങ്ങനെ ഒരു അവസാനമില്ലാത്ത ലെവലിൽ നീണ്ടു പോവുകയാണ്. അത് കഴിഞ്ഞ് ദിശ പാട്നിയൊക്കെയുള്ള ഒരു ഐറ്റം നമ്പർ പാട്ട് വരുന്നുണ്ട്. എല്ലാത്തരം പ്രേക്ഷകരിലേക്കും എത്താൻ വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള കോംപ്രമൈസുകൾ കാരണം തട്ടുപൊളിപ്പൻ സിനിമ ആസ്വദിക്കുന്നവർക്കും വിശാൽ ഭരദ്വാജിന്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കും വർക്കാകാത്ത അവസ്ഥയിലേക്കാണ് ഈ സിനിമ ചെന്നുപെടുന്നത്. പടത്തിന് കാര്യമായിട്ട് പാളുന്നത് രണ്ടാം പകുതിയിലാണ്. അവിടെ നമ്മുടെ നായകന്റെ ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ മാറുന്നുണ്ട്. തിരക്കഥ ആഗ്രഹിക്കുന്നത് അയാളെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു വെറി പിടിച്ച കാമുകനാക്കിയിട്ട് കാണിക്കാനാണ്. പക്ഷെ ഇയാൾ എപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രേമരോഗി ആയത് എന്ന് കാണിച്ചു തരുന്ന ഫൂട്ടേജ് സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. വാലന്റൈൻസ് ഡേ വീക്കെൻഡിൽ റിലീസായിട്ടുള്ള ഓ റോമിയോ എന്ന് പേരുള്ള 3 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയിലാണ് റൊമാൻസ് ഭാഗം കുറവാണ് എന്ന് ഞാൻ പറയുന്നത് എന്ന് ഓർക്കണം. കഥ മുന്നോട്ട് പോകുന്തോറും ഇതിൽ വരുന്ന ഡ്രാമ എക്സൈറ്റിംഗ് അല്ലാതെ ആവുകയാണ്. നായകന്റെ വയലന്റ് ആയിട്ടുള്ള സ്വഭാവവും പ്ലേ ബോയ് ലൈഫും ഒക്കെ കാണിക്കാൻ കുറേ നേരം എടുത്തിട്ട് അവസാനം കാണിക്കേണ്ട ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ഓടിച്ചു വിട്ടു പോകുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ് സിനിമയ്ക്ക്. ആക്ഷൻ സീക്വൻസുകളെ ബ്രൂട്ടലായിട്ട് ഫീൽ ചെയ്യിക്കാൻ സിനിമാറ്റോഗ്രാഫിക്ക് സാധിക്കുന്നുണ്ട്. സംഭവം വയലൻസ് അങ്ങേയറ്റം ഉണ്ടെങ്കിലും പ്രിസൈസ് ആയിട്ടുള്ള കട്ടുകളും സൗണ്ട് ഡിസൈനും കണ്ണ് ചിമ്മിക്കൊണ്ട് സിനിമ കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നില്ല. സ്ലോ ബേൺ സ്വഭാവമുള്ള വിശാൽ ഭരദ്വാജിന്റെ സിഗ്നേച്ചർ സ്റ്റൈൽ മ്യൂസിക് പടം കഴിയുമ്പോഴും എവിടെയൊക്കെയോ നമ്മുടെ തലയിൽ നിൽക്കുന്നുണ്ട്. ഒരേ പാട്ടിന്റെ പല വേർഷനുകൾ ചെറിയ സ്നിപ്പറ്റുകളായിട്ട് ഉപയോഗിച്ചതുകൊണ്ടാണ് ആ ഒരു ഇമ്പാക്ട്. ഗ്യാങ്സ്റ്റർ കഥാപാത്രമായിട്ട് ഷാഹിദ് കപൂർ ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കമീനയാണെങ്കിലും ഈ അടുത്ത് വന്ന ദേവയാണെങ്കിലും ഇത്തരത്തിൽ റഫായിട്ടുള്ള സ്വാഗറുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള കഴിവ് ഷാഹിദ് ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ആറ്റിറ്റ്യൂഡിലെ ആ ഒരു എനർജി ബോഡി ലാംഗ്വേജിലും കുറച്ചുകൂടെ കാണാൻ സാധിക്കും. തന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടവർ ക്രിക്കറ്റ് കളിച്ച് നടക്കുന്നതിനെ വിമർശിക്കുന്ന ഒരു കോമഡി സീനിൽ ഷാഹിദ് ഡയലോഗിന്റെ നടുവിലൂടെ ജസ്റ്റർ കാണിക്കുന്നതൊക്കെ രസകരമായിരുന്നു. വ്യക്തമായ പ്ലാനുമായിട്ട് സഹായം അന്വേഷിച്ച് വരുന്ന ക്യാരക്ടറായിട്ടുള്ള അഫ്ഷയെ തൃപ്തി ദിമ്രി നല്ല രീതിയിൽ സ്ക്രീനിൽ അവതരിപ്പിച്ചു.
വില്ലനായ ജലാലായിട്ട് വന്നിട്ടുള്ള അവിനാഷ് തിവാരിക്ക് ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ക്യാരക്ടറാണ് ഈ പടത്തിൽ ലഭിച്ചിട്ടുള്ളത്. ദാവൂദ് ഇബ്രാഹിമിന്റെ ഏറ്റവും ഫാൻസി ആയിട്ടുള്ള ഇമാജിനേഷൻ ആയിരിക്കും ജലാൽ. നാനാ പട്ടേക്കർ അവതരിപ്പിക്കുന്ന ഖാൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഷാഹിദുമായിട്ടുള്ള കോമ്പിനേഷൻ സീനുകളിലൂടെ പ്രേക്ഷകർക്ക് നല്ലപോലെ ചിരിക്കാനുള്ള അവസരം തരുന്നുണ്ട്. ഇൻസ്പെക്ടർ പഥാരെ എന്ന ക്യാരക്ടറിലേക്ക് ഗായകൻ രാഹുൽ ദേശ്പാണ്ഡെയെ കാസ്റ്റ് ചെയ്തത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ക്യാമിയോ സ്വഭാവമുള്ള ഒരു ക്യാരക്ടർ തമന്ന ഭാട്ടിയ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ വേഷത്തിൽ വന്നിട്ടുള്ള 2 പ്രധാനപ്പെട്ട പേരുകളാണ് വിക്രാന്ത് മാസിയും ദിശ പാട്നിയും. ചില സിനിമകൾ നമ്മളെ നിരാശപ്പെടുത്തുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ പടം കാണുമ്പോൾ അതിൽ സിനിമാറ്റിക് ആയിട്ട് ഗംഭീരമാക്കാൻ പറ്റുന്നതിന്റെ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷേ ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്താതെ മറ്റ് കാര്യങ്ങളിലേക്ക് അവരുടെ പ്രയോറിറ്റി പോകുമ്പോൾ ആ സിനിമയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വേർഷനിലേക്ക് അത് ഒതുങ്ങും. അല്ലറ ചില്ലറ ടേക്ക് അവേകൾ ഈ സിനിമയിൽ ഉണ്ടെങ്കിലും 3 മണിക്കൂറിന്റെ ദൈർഘ്യം വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഈ സിനിമ പ്രേക്ഷകന് തരേണ്ടതായിരുന്നു എന്ന് തോന്നി. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്